ഗുരുവായൂർ ക്ഷേത്രത്തിലെ കുന്നിക്കുരു വാരിയിടൽ എന്നത് ഉണ്ണിക്കണ്ണനായ ഭഗവാനോട് ഭക്തർ നടത്തുന്ന വളരെ പ്രസിദ്ധമായ ഒരു വഴിപാടാണ്. ഭഗവാന്റെ പ്രീതിക്കായി കുട്ടികളെ കൊണ്ട് ക്ഷേത്രത്തിൽ കുന്നിക്കുരു വാരിക്കുന്ന ആചാരത്തിന് പിന്നിൽ ഒരു ഐതിഹ്യ കഥയുണ്ട്. അതുപോലെ തന്നെ കൃഷ്ണൻ തലയിൽ മയിൽപ്പീലി ചൂടുന്നതിന് പിന്നിലെ ഐതിഹ്യ കഥയും കേൾക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരിക്കൽ ഒരു അമ്മൂമ്മ ഗുരുവായൂരപ്പനെ കാണാൻ പുറപ്പെട്ടു. കണ്ണന് കൊടുക്കാൻ എന്തെങ്കിലും വേണം എന്നാഗ്രഹിച്ചെങ്കിലും ആ പാവത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. മുറ്റത്ത് നിന്നിരുന്ന കുന്നിമരത്തിൽ നിന്നും അല്പം കുന്നിക്കുരു എടുത്ത് കണ്ണന് കൊടുക്കാൻ കൊണ്ടുപോയി. അവിടുത്തെ തിക്കിലും തിരക്കിലും പെട്ട് കുന്നിക്കുരുവെല്ലാം നിലത്ത് വീണ് ചിന്നിച്ചിതറി. ആ അമ്മൂമ്മ ആകെ വിഷമിച്ച് സങ്കടത്തോടെ നിന്നു. ഈ സമയം കണ്ണൻ മെല്ലെ ശ്രീലകത്ത് നിന്നും പുറത്തിറങ്ങി വിഷമിച്ച് നിൽക്കുന്ന അമ്മൂമ്മയ്ക്കരികിൽ വന്നിരുന്ന് കുന്നിക്കുരുമണികൾ പെറുക്കിയെടുത്ത് കളിക്കാൻ തുടങ്ങി. ഈ രംഗം വേറെ ആരും കണ്ടില്ലെന്നും ആ അമ്മൂമ്മ മാത്രം കണ്ടെന്നും ഐതിഹ്യകഥ പറയുന്നു. പിന്നീട് ഈ അമ്മൂമ്മ സ്ഥിരം വന്ന് കുന്നിക്കുരു പ്രസാദമായി നൽകി തുടങ്ങി. ഇങ്ങനെയാണ് ക്ഷേത്രത്തിൽ കുന്നിക്കുരു വാരിയിടൽ ആരംഭിച്ചതത്രേ. ഇനി മയിൽപ്പീലിയുടെ കഥയിലേക്ക് വരാം. ഗോകുലത്തിൽ ഒരു മയിൽ താമസിച്ചിരുന്നു. അത് നിത്യവും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വാതിലിൽ വന്ന് ഒരു ഭജൻ പാടുമായിരുന്നു. എന്നാൽ ഭഗവാൻ ഈ മയിലിനെ വേണ്ടത്ര ശ്രദ്ധിച്ചതേയില്ല. വർഷം മുഴുവൻ ഭക്തിപൂർവ്വം ഭജിച്ചിട്ടും ഭഗവാൻ പ്രസാദിച്ചില്ല. അങ്ങനെ ഭഗവാൻ പ്രസാദിക്കാത്തത് കാരണം മയിൽ കരയാൻ തുടങ്ങി. ഭഗവാനെ ഓർത്തോർത്ത് ഉറക്കെ കരയുന്ന മയിലിനരിയിലേക്ക് ഒരു മൈന പറന്നു വന്നു. മൈനയ്ക്ക് വളരെ അത്ഭുതമായിരുന്നു. സാധാരണ മയിൽ കരയാറില്ല. അതും ശ്രീകൃഷ്ണന്റെ വാതിൽപ്പടിയിൽ തന്നെ കരയുക എന്ന് വച്ചാൽ ഈ പക്ഷിക്ക് എന്ത് ദൗർഭാഗ്യമാണ് വന്നിരിക്കുന്നത്. മൈന മയിലിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, നീ എന്തിനാണ് കരയുന്നത്? മയിൽ പറഞ്ഞു, കഴിഞ്ഞ ഒരു കൊല്ലമായി ശ്രീകൃഷ്ണന്റെ ഓർമ്മകളിൽ അദ്ദേഹത്തെ പ്രശംസിച്ച് ഗീതങ്ങൾ പാടുന്നു. എന്നാൽ ഇന്നുവരെ ഭഗവാൻ എന്നെ ശ്രദ്ധിച്ചതുപോലുമില്ല. ഇത് കേട്ട് മൈന പറഞ്ഞു, നീ എൻ്റെ കൂടെ ബർസാനയിലേക്ക് വരൂ. അവിടെ രാധയുടെ ഭജനഗീതം നമുക്ക് ആലപിക്കാം. അങ്ങനെ മയിൽ മൈനയോടൊത്ത് ബർസാനയിൽ പോയി രാധയുടെ ഗീതം പാടാൻ തുടങ്ങി. രാധയുടെ കാതിൽ ഈ ഗീതം പതിക്കുകയും ദേവി ഓടിവന്ന് മയിലിൻ്റെ കഴുത്തിൽ സ്നേഹത്തോടെ തലോടി ആശ്വസിപ്പിച്ചു. നീ എവിടെ നിന്ന് വരുന്നു? മയിൽ ഗദ്ഗദ കണ്ടയായി പറഞ്ഞു തുടങ്ങി. രാധാദേവിക്ക് പ്രണാമം. ഇന്നുവരെ കേട്ടിരിക്കുന്നത് അവിടുന്ന് കരുണയുടെ മൂർത്തിയാണെന്നാണ്. എന്നാൽ ഇന്ന് തെളിഞ്ഞു അവിടുന്ന് കൃപാമൂർത്തി കൂടിയാണെന്ന്. ഇത്രയും ദിവസമായിട്ട് ഞാൻ കൃഷ്ണന്റെ നാമം ചൊല്ലിയിരുന്നു. എന്നാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിച്ചതുപോലുമില്ല. കൃഷ്ണൻ ശ്രദ്ധിക്കാത്തതിൻ്റെ കാരണം ദേവിക്ക് മനസ്സിൽ തെളിഞ്ഞു. രാധാദേവി മയിലിനോട് പറഞ്ഞു, നീ ഗോകുലത്തിൽ പോകൂ. എന്നാൽ ഇത്തവണ പഴയ ഗീതത്തിന് പകരം ജയ് രാധേ രാധേ എന്ന ഗീതം ജപിക്കൂ. അങ്ങനെ മയിൽ വീണ്ടും ഗോകുലത്തിലെത്തി രാധാഗീതം പാടാൻ തുടങ്ങി. ഇത് കേട്ട് ശ്രീകൃഷ്ണൻ ഭജനയിൽ മുഴുകി സംഭ്രമിച്ച് ഓടിവന്നു മയിലിൻ്റെ കഴുത്തിൽ തലോടി അതിനെ പ്രേമപൂർവ്വം ആശ്വസിപ്പിച്ചു. നീ എവിടെ നിന്ന് വരുന്നു? മയിൽ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങയുടെ നാമത്തിൽ മുഴുകി ഒരു വർഷം മുഴുവൻ ഞാൻ ജീവിച്ചു. എന്നാൽ അങ്ങ് എന്നെ ശ്രദ്ധിച്ചതുപോലുമില്ല. ഇതിപ്പോൾ രാധാദേവിയുടെ നാമം ചൊല്ലിയപ്പോൾ അങ്ങ് ഓടി വരുന്നു. ഭഗവാൻ മന്ദഹസിച്ചുകൊണ്ട് മയിലിനോടുള്ള സ്നേഹത്തെ സൂചിപ്പിക്കാനായി അതിനൊരു വരം കൊടുക്കുന്നു. ഏതുകാലം ഈ സൃഷ്ടി നിലനിൽക്കുന്നുവോ അതുവരെ നിന്റെ പീലി എൻ്റെ ശിരസിൽ പ്രകാശിച്ചിരിക്കും എന്ന് തീർച്ച.